എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോവ സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഫ്രഷ് അയില വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ സാധാരണ മീൻ കറിയുടെ ടേസ്റ്റൊക്കെ തന്നെയാണ്, എങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 4 ഫ്രഷ് അയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. 2 എണ്ണം ഫ്രൈ ചെയ്യാനാണ് എടുക്കുന്നത്. ഗോവൻ സ്റ്റൈലുള്ള ഫിഷ് ഫ്രൈഡ് റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അയില മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അയിലയാണ്. അപ്പോൾ നല്ലതായിട്ടൊന്ന് ചെതുമ്പൽ കളഞ്ഞിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മീൻ കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കത്രികയാണ്. നൈഫ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. വാലും കൂടെ മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് തല എടുക്കാം. തല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെകിള മാറ്റിയിട്ട് അകത്തുള്ള അഴുക്കൊക്കെ മാറ്റുക. അതിനുശേഷം വയറ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൂടെ ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി അഥവാ വാളൻപുളി എടുത്തിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 6 പിരിയൻ മുളക്, വറ്റൽമുളകാണ്, 3 ടീസ്പൂൺ മുഴുവനെയുള്ള മല്ലി. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇടാവുന്നതാണ്. ഞാനിവിടെ പച്ചയ്ക്കാണ് ചെയ്യുന്നത്, പച്ചയ്ക്കും ഇടാം. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവിൽ ഉലുവ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നമ്മൾ ഈ ഗോവൻ കറിയിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പെപ്പർ ചേർക്കും, ഷിഷ്വാൻ പെപ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പകരം ഞാനിവിടെ ചുവന്നതും പച്ചയുമായിട്ടുള്ള കുരുമുളകാണ് ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ആ ഒരു പെപ്പർ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ഗോവൻ സ്റ്റൈലുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കുന്ന 1 തുള്ളി എണ്ണ ചേർക്കാതെയാണ്. അപ്പോൾ അങ്ങനെയും ഉണ്ടാക്കാം. പല രീതിയിൽ ഗോവൻ കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിലൊരു വേർഷനാണിത്. ചട്ടിയിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുത്തു. അതിലേക്ക് ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കിയിട്ട് അതും ഒഴിച്ചു കൊടുത്തു. വാളൻപുളി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ഇനി അടച്ചു വെച്ച് ഈ ഗ്രേവി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളിക്ക് പകരം നിങ്ങൾക്ക് തക്കാളിയും എടുക്കാവുന്നതാണ്. ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടാണ് നമ്മളിതിലേക്ക് മീൻ ചേർക്കുന്നത്. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ മീൻ വന്നിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ഫ്രോസൺ മീനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ്. നല്ല ഫ്രഷ് ടേസ്റ്റ് ആയിട്ടുള്ള മീനായിരുന്നു. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൂടുതൽ ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ട് തിള വന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് താളിച്ചൊക്കെ ഒഴിക്കാം. പക്ഷേ നമ്മളിത് എണ്ണ ഒട്ടും ചേർക്കാത്തൊരു മീൻകറിയാണ് ചെയ്തിരിക്കുന്നത്. പല രീതിയിൽ ഗോവൻ മീൻകറി വെക്കാം. അപ്പോൾ അത് ഒരു രീതിയാണ്. ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയ ജീരകം ചേർത്തിരിക്കുന്നതാണ്. നമ്മുടെ സൈഡിലേക്ക് ചെറിയ ജീരകം മീൻകറിയിൽ ചേർക്കാറില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മൾ ഒരു ഗോവൻ ലഞ്ച് മെനു വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും മറക്കാതെ കാണുക. നമ്മുടെ ഷോർട്ട് റെസിപ്പീസ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടു നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്